എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെ മൂന്നാമത്തെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കുട്ടികളിൽ സാമ്പത്തിക അച്ചടക്കം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഈ സംരംഭകത്വം എന്ന് പറയുന്ന കാര്യമൊക്കെ കുട്ടികളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം അവരുടെ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുള്ള അവരുടെ അറിവും കഴിവും ഡെവലപ്പ് ചെയ്തെടുത്താലാണ് ചെയ്യുന്ന ബിസിനസ്സുകൾ ഒരു സ്ഥിരതയാർന്ന രൂപത്തിൽ അവർക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്കിങ്ങിനെ പറ്റി കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട അറിവിനെ പറ്റിയാണ്. ബാങ്കിങ് എന്താണ്, ബാങ്ക് എങ്ങനെയാണ് ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഒരു ബാങ്ക് അക്കൗണ്ട് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് പണം ഡെപ്പോസിറ്റ് ചെയ്യുക. നമുക്കറിയാം, കുട്ടികൾ മൈനേഴ്സ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ പാരൻസ് തന്നെയായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ എന്നിരുന്നാലും ഒരു ബാങ്കിൽ കൊണ്ടുപോവുകയും ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ നടക്കുന്നത്, അതുപോലെ ഒരു ATM എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരൊന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പണം അവരുടെ പേരിൽ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് അതെങ്ങനെ സേവ് ചെയ്യുന്നു, ഒരു സേവിങ്സ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതെങ്ങനെയാണ് നടത്തപ്പെടുന്നത്, അത് ചെയ്യുന്നതിനുള്ള കോൺഫിഡൻസ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ചെക്ക് ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നതാണെന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അവർക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒന്നും ഉപയോഗിക്കാൻ കൊടുക്കല്ല വേണ്ടത്, പകരം അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തെ പറ്റിയുള്ള അറിവുണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ അകത്ത് വീട്ടിലെ ഹൗസ് ഹോൾഡ് ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കുട്ടികളെയും കൂടെ ഇടപെടുത്തുക. ഒരു മാസം നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ചിലവുകൾ നടക്കുന്നുണ്ട്, ഓരോന്നിനും എത്ര രൂപയാകുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനേക്കാൾ മികച്ചതാക്കാൻ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരോട് ചോദിക്കുക. ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന മറ്റ് പല ചിലവുകളെ പറ്റിയായിരിക്കും. ഇതൊക്കെ അറിയുമ്പോഴാണ് ചിലപ്പോൾ ഒരു റൂമിലൊരു ഫാൻ കിടക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിച്ച് ഓണായി കിടക്കുന്നതോ കാണുമ്പോൾ അവർക്ക് പോയി ഓഫ് ചെയ്യാൻ തോന്നുള്ളൂ. കാരണം ഇതിൻ്റെ എല്ലാം പുറകിൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തണം. പിന്നെ പെരുന്നാളുകളോ ആഘോഷങ്ങളോ അല്ലെങ്കിൽ മറ്റു ഉത്സവങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഫാമിലി ബഡ്ജറ്റ് കൂടുതൽ വരുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാവുന്ന വീട്ടിലെ ചിലവുകളെ പറ്റിയൊക്കെ അവരും ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിപരമായിട്ട് അവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറേയും കൂടെ അച്ചടക്കമുള്ള ആളുകളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ പെട്ടെന്ന് നശിപ്പിച്ച് കളയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദേഷ്യപ്പെടുകയും കുറേ പഴിചാരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ വരെ ഇങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. ഏതെങ്കിലും ഒരു ഞായറാഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ഒഴിവ് ദിവസം അവർക്ക് വേണ്ടി അല്പം സമയം ചിലവഴിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ ഐഡിയകൾ കേൾക്കുകയും ചെയ്യുക. ഇനി അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റി കാണില്ല, അതിൻ്റെ കാരണം എന്താണെന്നും കൂടെ അവരെ ബോധ്യപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം ക്രിയേറ്റ് അക്കൗണ്ട്സ്. ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ വളരെ സിമ്പിളായിട്ട് വരവും ചിലവും ഒക്കെ എഴുതി അവരെ കൊണ്ടും കൂടെ ബോധ്യപ്പെടുത്തുക. അതായത് നിത്യം വരുന്ന ചിലവുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പൈസ കൊടുത്തു, അത് ചിലവാക്കുമ്പോഴാണെങ്കിലും അത്തരം കാര്യങ്ങളൊന്ന് എഴുതി കുറിച്ച് വയ്ക്കാൻ അവരെ ശീലിപ്പിക്കുക. ഇന്നിപ്പോൾ പല ചെറിയ ചെറിയ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വരെയുണ്ട് ഇത്തരം കാര്യങ്ങളെയൊക്കെ മോണിറ്റർ ചെയ്യാനും സഹായിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരെ നമ്മൾ ഇതുവഴി എന്താ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, ഒരു മണി മൈൻഡഡ് പേഴ്സൺ ആക്കാനല്ല, പകരം ഒരു മണി മാനേജറാക്കാൻ, കറക്റ്റായിട്ടുള്ള രൂപത്തിൽ പണം മാനേജ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുകയാണ് നമ്മളിങ്ങനെയുള്ള ഒരു സെൽഫ് ഡാറ്റ അനാലിസിസ് വഴി ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ വീടുകളിൽ അത് വളരെ സുപരിചിതമായിരുന്നൊരു കാര്യമാണ്. ഇങ്ങനെ കുടുക്കൊക്കെ അത് പൈസയൊക്കെ ഇട്ട് വയ്ക്കുന്നു. അത് ഓരോ ഉദ്ദേശങ്ങൾക്കായിരിക്കും. ചിലപ്പോൾ ഒരു യാത്ര പോകാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ ഒക്കെ വഴിപാടായിട്ടായിരിക്കും. അത് നിറഞ്ഞു കഴിയുമ്പോൾ അത് ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ അത് കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു വസ്തുക്കൾ വാങ്ങുന്നു. അപ്പോൾ അവരിൽ ശരിക്കും പണം സ്വരൂപിച്ച് വയ്ക്കുന്നതോ അതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളൊരു സന്ദേശമായിരുന്നു കൈമാറിക്കൊണ്ടിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശീലമാക്കാൻ ശ്രമിക്കുക. അടുത്തൊരു കാര്യം ടാക്സേഷൻ മൈൻഡ് സെറ്റ് ട്രെയിനിങ് ആണ് കുട്ടികളിൽ ഉണ്ടാവേണ്ടത്. അതായത് നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ല് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്, ആ ബില്ലിൻ്റെ അകത്ത് എന്താ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ GSTയെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് SGST, CGST പോലുള്ള കാര്യങ്ങൾ, ഈ ടാക്സ് എന്തിനാണ് നമ്മൾ അടയ്ക്കുന്നത്, ടാക്സ് എവിടേക്കാണ് പോകുന്നത്, ടാക്സിൻ്റെ ആവശ്യകത എന്താണ്. അപ്പോൾ നാളെ അവൻ വളർന്ന് വലുതായി വരുമ്പോൾ ഒരു ടാക്സൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ
അഭിവൃദ്ധിക്കും നിലനിൽപ്പിനുമൊക്കെ ആവശ്യമാണ്, അതൊക്കെ പേ ചെയ്ത് തന്നെ പോകുന്ന ഒരാളായി മാറണം എന്നുള്ള ചിന്തയൊക്കെയാണ് ഒരു വ്യക്തിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഫൈനാൻഷ്യൽ നോളജ് ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് അവൻ നല്ലൊരു സംരംഭകനാകുന്നതിലും അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായി മാറുന്നതിലും വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരിൽ ഒരു ബാങ്കിങ് സിസ്റ്റത്തെ പറ്റിയുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടതും വീട്ടിലെ ചെലവുകൾ ചുരുക്കുന്നതിൽ അവരുടെ ഐഡിയകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ വരവും ചെലവും മോണിറ്റർ ചെയ്ത് പോകുന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത് പണം മാനേജ് ചെയ്യാൻ അവരെ നല്ല രീതിയിൽ പ്രാപ്തരാക്കും. അതുപോലെ ഒരു ടാക്സേഷൻ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഒരു ടാക്സ് പ്ലാനറായി മാറാനല്ല, ഒരു ടാക്സ് അടയ്ക്കാത്ത ആളായി മാറുക എന്നുള്ളതല്ല, ടാക്സൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു മികച്ച പൗരനായി എങ്ങനെ മാറാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിനൊക്കെ ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വന്ന് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും അഭിമാനകരമായ വ്യക്തിത്വങ്ങളായി മാറാൻ സാധിക്കട്ടെ. താങ്ക് യു.